ലോകമെമ്പാടും നെഞ്ചേറ്റിയ ഫുട്ബോളിൽ അച്ചടക്കം നിലനിർത്തുന്നതിൽ മഞ്ഞയും ചുവപ്പ് കാർഡുകൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ഈ കാർഡുകളുടെ ഉത്ഭവവും ഇതിൻ്റെ പിന്നിലെ കഥയും പലർക്കും അറിയാൻ വഴിയില്ല. 1960കളിൽ ഫുട്ബോൾ മത്സരങ്ങളിൽ അച്ചടക്കം നിലനിർത്താൻ റഫറിമാർ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. കളിക്കിടെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിൽ റഫറിമാർ വാക്കാൽ താക്കീത് നൽകിയിരുന്നെങ്കിലും ഇത് കാണികൾക്കും കളിക്കാർക്കുമിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. കെൻ ആസ്റ്റൺ എന്ന ഇംഗ്ലീഷ് റഫറിയാണ് കാർഡ് സംവിധാനത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചത്. 1966 ഫിഫ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിനിടെ റഫറിയുടെ ചില തീരുമാനങ്ങൾ വിവാദമായി. കളിക്കാരെ പുറത്താക്കിയതിലെയും മറ്റു ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കാൻ ഒരു വ്യക്തമായ സിഗ്നൽ സംവിധാനം ആവശ്യമാണെന്ന് ആസ്റ്റൺ തിരിച്ചറിഞ്ഞു. ഇംഗ്ലീഷ് റഫറിയായ കെൻ ആസ്റ്റൺ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ലണ്ടനിലെ ഒരു ട്രാഫിക് ലൈറ്റിന് മുന്നിൽ വാഹനം ഓടിക്കുമ്പോൾ സിഗ്നലിൽ കണ്ട മഞ്ഞയും ചുവപ്പും നിറങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. മഞ്ഞ കാർഡ് താക്കീതിനും ചുവപ്പ് കാർഡ് മത്സരത്തിൽ നിന്ന് പുറത്താക്കലിനും എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. 1970 ഫിഫ വേൾഡ് കപ്പിൽ ഈ സംവിധാനം ആദ്യമായി നടപ്പിലായി. ആദ്യ മഞ്ഞ കാർഡ് സോവിയറ്റ് യൂണിയന്റെ ഖഗി അസദിയാനിക്ക് ലഭിച്ചു. 1974 ലോകകപ്പിൽ ആദ്യ ചുവപ്പ് കാർഡ് ചിലിയുടെ കാർലോസ് കാസലിക്ക്. ഇതോടെ ഫുട്ബോൾ നിയമങ്ങൾ കൂടുതൽ വ്യക്തവും ഏകീകൃതവുമായി. 2006 ജൂൺ 25 ജർമ്മനിയിലെ ന്യൂറംബർഗിൽ ഫിഫ വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 പോർച്ചുഗലും നെതർലാൻഡ്സും ഏറ്റുമുട്ടി. ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നറിയപ്പെടുന്ന ഈ മത്സരം 16 മഞ്ഞ കാർഡുകളും 4 ചുവപ്പ് കാർഡുകളും കണ്ടു. 23-ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ മനീഷയുടെ ഗോൾ ടീമിന് ലീഡ് നൽകി. എന്നാൽ മത്സരം ഫൗളുകളുടെയും ഏറ്റുമുട്ടലുകളുടെയും പോർക്കളമായി. 2-ാം മിനിറ്റിൽ തന്നെ നെതർലാൻഡ്സിന്റെ മാർക്ക് വാൻ ബോമലിന് മഞ്ഞ കാർഡ് ലഭിച്ചു. 45-ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ കോസ്റ്റിൻഡ 2 മഞ്ഞ കാർഡുകളോടെ ചുവപ്പ് കാർഡ് വാങ്ങി ടീമിനെ 10 പേരാക്കി. 2-ാം പകുതിയിൽ നെതർലാൻഡ്സിന്റെ ഖാലിദ് ബൊലേറൂസ്, ജിയോവന്നി വാൻ ബ്രോങ്ഹോസ്റ്റ്, പോർച്ചുഗലിന്റെ ഡെക്കോ എന്നിവർക്കും ചുവപ്പ് കാർഡ് ലഭിച്ചു. ഇരു ടീമുകളിലും 9 കളിക്കാർ വീതമായി. 25 ഫൗളുകളാൽ നിറഞ്ഞ ഈ മത്സരം റഫറി വാലന്റിൻ ഇവനോവിന്റെ കർശനമായ തീരുമാനങ്ങൾ കാരണം വിവാദമായിരുന്നു. പോർച്ചുഗൽ ഈ കളിയിൽ ഒരു ഗോളിന് ജയിച്ചു. ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ ഇത്രയേറെ കാർഡുകൾ പിറന്ന മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചുവപ്പ് കാർഡുകൾ കണ്ട മറ്റൊരു മത്സരമുണ്ട്. 2011 ഫെബ്രുവരി 27 അർജന്റീനയിലെ 5ാം ഡിവിഷനായ പ്രിമേര ഡിയിലെ 23ാം റൗണ്ട് മത്സരം. ക്ലേപ്പോൾ വിക്ടോറിയാനോ അരേനാസ് ടീമുകൾ തമ്മിലായിരുന്നു മത്സരം. ഈ കളിയിൽ 36 ചുവപ്പ് കാർഡുകളോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുകയുണ്ടായി. മത്സരം സാധാരണ രീതിയിൽ തുടങ്ങിയെങ്കിലും ആദ്യ പകുതിയിൽ 2 കളിക്കാർക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചു. 2-ാം പകുതിയിൽ ഒരു ഫൗള് വലിയ സംഘടനമായി മാറി. 22 കളിക്കാർ, 14 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, പരിശീലകർ, ചില ആരാധകർ വരെ ഈ സംഘടനത്തിൽ ഉൾപ്പെട്ടു. റഫറി ഡാമിയൻ റൂബിനോ 36 ചുവപ്പ് കാർഡുകൾ കാണിച്ചു. കളിക്കാൻ ആവശ്യമായ കളിക്കാർ ബാക്കിയില്ലാതായതോടെ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. ട്രാഫിക് ലൈറ്റിൽ നിന്ന് പിറവികൊണ്ട കാർഡ് സംവിധാനം ഫുട്ബോളിൻ്റെ നിയമങ്ങൾ ലോകമെമ്പാടും ഏകീകൃതവും വ്യക്തവുമാക്കി. ഇത് കാണികൾക്കും കളിക്കാർക്കും റഫറിയുടെ തീരുമാനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഇന്ന് ഈ സംവിധാനം ഫുട്ബോളിൻ്റെ അവിഭാജ്യ ഘടകമാണ്.